നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് മെയിനായിട്ടും കാണുന്നത്. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് പേർക്ക് വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ആദ്യ സമയങ്ങളിൽ കാണുന്നില്ലായിരുന്നു. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള, അതായത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത്. പക്ഷെ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡാർക്ക്നെസ് കാണുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളിലും ഈ പ്രസന്റ് സിറ്റുവേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളിൽ മൊത്തത്തിലൊരു റിലേഷൻഷിപ്പിൽ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. മീൻസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾക്ക് തടസ്സമുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ ആ പേഴ്സണുമായിട്ടുള്ള സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടും ആ അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാനുള്ള സക്സസ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സക്സസ് ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് ഒരു സക്സസ് ആവില്ല. ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവില്ല. ഈ പേഴ്സണുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാവില്ല എന്ന് പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കാലം നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ലവ് ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ബ്രൈറ്റ്നെസ് ഈ ഒരു റിലേഷൻഷിപ്പ് വഴി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലൊരു വലിയ പ്രകാശം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു സമയത്ത് ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. മാസ്റ്റർ കാർഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഫർഗീവ്നെസ് ആണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഓർമ്മകൾ പല തരത്തിൽ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സ് വളരെയധികം ഒരു അപ്സെറ്റ് ആണ്, ഡിപ്രസ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് വളരെയധികം ശാന്തമാക്കി വെക്കേണ്ട ഒരു സമയമാണ്. അതായത് ക്ലട്ടർ ഫ്രീ ആക്കുക. അതായത് നിങ്ങളിൽ പലരും ഒരു ഫെതേഴ്സ് കാണുന്നുണ്ടാവും, എസ്പെഷ്യലി വൈറ്റ് ഫെതേഴ്സ് കാണുന്നുണ്ടാവാം. അത് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഈ ഒരു തിങ്കിങ് പാറ്റേൺസ് ഉണ്ട്. അതായത് നെഗറ്റീവ് തിങ്കിങ് ആണ്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരികെ വരുമോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ ഓർത്തിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആ ഓവർ തിങ്കിങ് പാറ്റേൺസ് നിങ്ങളിൽ നെഗറ്റിവിറ്റീസ് കൂടുതലാക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ചിന്ത മാറ്റുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളുടെ സാഹചര്യങ്ങളോട് നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ ക്ഷമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഒരു ക്ലട്ടർ മാറുകയുള്ളൂ. അതായത് ഈ ഒരു അശാന്തമായ അവസ്ഥ, നിങ്ങളുടെ ഉറക്കം പോലും ഇല്ലാതാക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ഒരു ചേഞ്ച് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പലരിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് വളരെ ശക്തമായ ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ്. അതായത് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് മാറുന്നതായിട്ടും,
അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു സ്ട്രോങ് പ്രൊട്ടക്ഷൻ യൂണിവേഴ്സിൽ നിന്ന് തന്നെ കിട്ടുന്നതായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങളിൽ പലരിലും ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരെ എൻഡ് ആവുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെ സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിലും വളരെ അടുത്ത് തന്നെ നിങ്ങളിൽ ആ ഒരു ചേഞ്ച് വരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് തിങ്കിങ് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് ചേഞ്ചസ് നിങ്ങളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലുള്ള ഈ ഒരു നെഗറ്റീവ് തിങ്കിങ് മാറ്റുക. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം വിശ്വസിക്കുക. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജി വൈബ്രേഷൻസ് ആയിരുന്നു. അതായത് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ട് ഏതൊരു സമയത്തും നിങ്ങൾ രണ്ടുപേരും കാണപ്പെട്ടു എന്നുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. കാരണം ഈ റിലേഷൻഷിപ്പ് ഒന്നുകിൽ ഒരു ഇന്റർകാസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിരിക്കണം, ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കണം. എന്ത് തന്നെ ആയിരുന്നാലും ഏത് സാഹചര്യത്തിലും നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ രണ്ടുപേരും വളരെയധികം റെഡി ആയിരുന്നു. ഏത് സാഹചര്യമായിരുന്നാലും ഞങ്ങൾ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നിങ്ങൾ ഉറച്ച തീരുമാനം എടുത്ത വ്യക്തികളായിരുന്നു. പക്ഷെ ഗ്രാജുവലി ഈ ഒരു ചിന്താഗതിയിൽ നിങ്ങളിൽ ആർക്കോ ഒരു ചേഞ്ച് സംഭവിച്ചതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ വളരെ സ്ട്രഗിൾ ചെയ്താണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നത്. മേ ബി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കഴിയാത്ത വിധം എന്തൊക്കെയോ തടസ്സങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. കുറച്ചു പേർക്ക് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ തമ്മിൽ എന്തോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പിണക്കം ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ അംഗീകരിക്കാത്ത ഒരു സിറ്റുവേഷൻ, അതായത് ഫ്ലെക്സിബിൾ അല്ലാത്തൊരു സിറ്റുവേഷനാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒപ്പോസ് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരോ ഈ ഒരു സിറ്റുവേഷൻ തന്നെ ലെറ്റ് ഗോ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു സമയത്ത്.